നിലമ്പൂരിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം. നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. ആര്യാടൻ ഷൗക്കത്തിന്റെ നാമനിർദ്ദേശ പത്രികയുമായി പോകുന്ന UDFന്റെ റോഡ് ഷോയും അതോടൊപ്പം തന്നെ M സ്വരാജിനെ സ്വീകരിച്ചുകൊണ്ടുള്ള LDFന്റെ വരവേൽപ്പും പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ഈ ഒരു സംഘർഷത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ഇന്ന് രണ്ട് സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ സജീവമായ ആദ്യത്തെ ദിവസമെന്ന് പറയാം. ഇന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇടതുപക്ഷ സ്ഥാനാർത്ഥി M സ്വരാജ് മണ്ഡലത്തിലേക്ക് എത്തിയത്. മണ്ഡലത്തിലേക്ക് എത്തി ആദ്യ ദിവസം തന്നെ വലിയ വരവേൽപ്പാണ് M സ്വരാജിന് ലഭിച്ചത്. ആ വരവേൽപ്പുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ റോഡ് ഷോ അതേ വഴിയിൽ തന്നെ എത്തിയത്. അവിടെ വെച്ചാണ് പ്രവർത്തകർ LDF UDF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. വളരെ പാടുപെട്ട് പോലീസും നേതാക്കളും ചേർന്ന് പ്രവർത്തകരെ നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു ഭാഗത്ത് നിന്ന് ആര്യാടൻ ഷൗക്കത്തുമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തുന്ന UDF പ്രവർത്തകർ, മറുഭാഗത്ത് നിന്ന് M സ്വരാജിനെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇങ്ങോട്ട് റോഡ് ഷോയുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ. ഇവർ രണ്ടുപേരുമാണ് സംഘർഷത്തിലേക്ക് എത്തിയത്. എന്തായാലും വളരെ പാടുപെട്ട് നമുക്ക് നേതാക്കളെയൊക്കെ കാണാം. VP സാനുവിനെയൊക്കെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പാടുപെടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് അവിടെയുണ്ട്. പ്രയാസപ്പെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. രണ്ട് മുന്നണികളുടെയും റോഡ് ഷോയ്ക്കിടെയാണ് ഈ ഒരു സംഘർഷം. പ്രവർത്തകർ തമ്മിലൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിയത്. രണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ഇത് അഭിമാന പോരാട്ടമാണ്, തീ പാറുന്ന പോരാട്ടമാണ്. കാടിളക്കിയുള്ള പ്രചാരണത്തിലേക്ക് രണ്ട് മുന്നണികളും പോകുന്ന ആദ്യത്തെ ദിവസം തന്നെയാണ് ഈ ഒരു ഏറ്റുമുട്ടൽ പ്രവർത്തകരുടെ ഇടയിൽ നിന്നുണ്ടാകുന്നത്. വളരെ പാടുപെട്ടാണ് പ്രവർത്തകരെ നിയന്ത്രിക്കുന്നത്. UDF പ്രവർത്തകരും LDF പ്രവർത്തകരുമാണ് നിലമ്പൂരിൽ ഏറ്റുമുട്ടിയത്. പോലീസ് ഇടപെട്ട് ആണ് പ്രവർത്തകരെ തടഞ്ഞത്. അമൽ ചേലമർമ്മ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഇപ്പോൾ സ്ഥിതി ശാന്തമായോ? ആര്യ, കുറച്ച് സമയം മുൻപായിരുന്നു ഇത്തരമൊരു പ്രശ്നമുണ്ടായത്. ഇവിടേക്ക് ഈ പ്രകടനം ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി കടന്നു വരുന്ന വഴിയിൽ M സ്വരാജിന്റെ സ്വീകരണ പരിപാടിയും ഉണ്ടായിരുന്നു. ആ സ്വീകരണ പരിപാടികൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോഴാണ് പ്രവർത്തകർ തമ്മിലൊരു തർക്കമുണ്ടായത്. UDF പ്രവർത്തകരുടെ പ്രകടനം കടന്നു പോകാൻ ഈ തങ്ങളുടെ പ്രകടനം കടന്നു പോയതിനു ശേഷം കടന്നുപോയാൽ മതി എന്ന് LDF പ്രവർത്തകർ നിലപാടെടുത്തു. പക്ഷേ നേതാക്കന്മാർ ഇടപെട്ട് അവിടെ സ്ഥിതി ശാന്തമാക്കി. പോലീസുകാരും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ കാര്യമായ പ്രശ്നങ്ങളിലേക്ക് പോയില്ല. നിലവിലെന്തായാലും ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സ്ഥലത്തേക്ക് ഇനിയും ഏകദേശം 1 കിലോമീറ്റർ കൂടി ദൂരമുണ്ട്. അവിടേക്ക് നടന്നെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. സംസ്ഥാനത്തെ UDFന്റെ പ്രമുഖ നേതാക്കളെല്ലാം ഈ പ്രകടനത്തിലും അതോടൊപ്പം തന്നെ വാഹനത്തിലുമായി ഉണ്ട്. PC വിശ്വനാഥ് അടക്കമുള്ളവർ പ്രകടനത്തെ മുന്നിൽ നിന്ന് നയിക്കുകയാണ്.